തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥിരസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്നു മുതലാണ്. ഇന്ന് ബുധനാഴ്ച വരെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മേയർമാരെ എല്ലാം തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പാണ്. സ്ഥിരം സമിതികളിൽ തെരഞ്ഞെടുപ്പ് വേണ്ടിയുള്ള നോമിനേഷനുകൾ ഇന്ന് തന്നെ സമർപ്പിക്കാം. ഇന്ന് മുതൽ ബുധനാഴ്ച വരെയാണ് തെരഞ്ഞെടുപ്പ്. ഈ സ്ഥിരം സമിതിയിൽ നിശ്ചിത അംഗങ്ങൾ ഉണ്ടാകും. ആ അംഗങ്ങൾക്ക് മുകളിൽ നോമിനേഷനുകൾ വന്നാൽ മാത്രമാണ് അതൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക. എന്തായാലും ഈ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഈ സ്ഥിരം സമിതി ഉള്ളത് കോർപ്പറേഷനുകളാണ്. 8 അംഗങ്ങളാണ് 8 സ്ഥിരം സമിതികളാണുള്ളത്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ 5 സ്ഥിര സമിതി അംഗങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ 6 ആണ്. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും 4 സ്ഥിര സമിതികളാണുള്ളത്. ഇതിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ അതിനുശേഷം സ്ഥിരസമിതി യോഗം ചേർന്ന ശേഷമായിരിക്കും സ്ഥിരസമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും കൃത്യമായി മത്സരം നടക്കുന്ന അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം കൃത്യമായും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഈ സ്ഥിരസമിതി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെല്ലാം ചില അട്ടിമറികൾക്ക് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ ഈ സ്ഥിരസമിതി തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വന്തം നിലയിൽ അംഗം തന്നെ നോമിനേറ്റ് ചെയ്താൽ മതി. മറ്റൊരാൾ നോമിനേറ്റ് ചെയ്യേണ്ടതില്ല. താൻ മത്സരിക്കാൻ, താൻ ഇന്ന സ്ഥിരസമിതിയിൽ അംഗമാകാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് നോമിനേഷൻ നൽകിയാൽ മതി. കൂടുതൽ പേർ മറ്റൊരാൾ പിന്താങ്ങുകയോ മറ്റൊരാൾ നോമിനേറ്റ് ചെയ്യുകയോ വേണ്ട സാഹചര്യം ഇതിലില്ല. അതുപോലെ തന്നെയാണ് ഓരോ സ്ഥിരസമിതിയിലും ഒരു വനിതാ അംഗത്തെ സംവരണം ചെയ്തിട്ടുണ്ട്. ഒപ്പം അധ്യക്ഷ സ്ഥാനത്തേക്കും ഈ സ്ഥിരസമിതികളിൽ ഒരു സ്ഥിരസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഒരു വനിതയെ നോമിനേറ്റ് ചെയ്യാം. വനിതയെ സ്ഥിരം അംഗമായി സംവരണം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ സ്ഥിരസമിതി തെരഞ്ഞെടുപ്പ് ഇന്നു മുതൽ ബുധനാഴ്ച വരെ നടക്കും. അതിനുശേഷമാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.